മാടായിപ്പാറ. ചരിത്രവും സംസ്കാരവും ഐതിഹ്യങ്ങളും സസ്യജൈവ കലവറയുടെ അപൂർവ ശേഖരവും ഒന്നിച്ചു ചേർന്ന പ്രദേശം. അനേകം ജീവജാലങ്ങൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കുന്ന പ്രകൃതിയുടെ വരദാനം. കണ്ണൂർ നഗരത്തിൽ നിന്ന് 22 കിലോമീറ്റർ വടക്കുമാറി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനടുത്തായി ഒരു നെടുങ്കൽ കോട്ട പോലെ 400 ഏക്കറുകളിലായി പരന്നുകിടക്കുകയാണ് മാടായിപ്പാറ. സൗന്ദര്യത്തിന്റെ ഇരിപ്പിടം മാത്രമല്ല, ജീവന്റെ കലവറ കൂടിയാണ് ചരിത്ര സാംസ്കാരിക പൈതൃകങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ഭൂഭാഗം. 3 ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏഴുമലയുടെ തൊട്ട് കിഴക്കുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പാരിസ്ഥിതികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കാലാവസ്ഥ പരമായിട്ടുമൊക്കെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭൂപ്രദേശം. ഒരു പീഠഭൂമി പോലെ അതിങ്ങനെ നിലനിൽക്കുകയാണ്. ചെമ്പല്ലിക്കുണ്ട് പുഴയും പഴയങ്ങാടി പുഴയും രാമപുരം പുഴയും ഈ അലസഭാവമാർന്ന പീഠഭൂമിക്ക് അതിരിടുന്നു. ചരിത്രം സമ്മാനിച്ച എളിമയുടെ ഔന്നത്യത്തോടെ നിൽക്കുന്ന മാടായിപ്പാറയുടെ പഴങ്കഥകൾ ഉത്തര കേരളത്തിന്റെ വാഴ്ത്താരികളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ഓരോ സംസ്കാരവും വന്നു പോകുമ്പോഴും മാടായിപ്പാറ ഓരോരോ അടയാളങ്ങൾ തന്നിലേക്ക് ആവാഹിച്ചു. ദേവാലയങ്ങളുടെ സംഗമമാണ് മാടായിപ്പാറ. 650ഓളം വർഷങ്ങൾക്ക് മുമ്പ് കേരളവർമ്മ കോലോത്തിരി രാജാവ് സ്ഥാപിച്ച മാടായിക്കാവ് AD 1924 മലിക് പുതിനാർ പണി കഴിപ്പിച്ച മുസ്ലിം പള്ളിയും തൊട്ടടുത്തായി ക്രിസ്തീയ ദേവാലയവും അരികിലായി പഴങ്കഥകളെ അയവിറക്കി കിടക്കുന്ന വടകുന്ത ശിവക്ഷേത്രവും എല്ലാ വിഭാഗം മതക്കാരുടെയും സാംസ്കാരിക സ്മൃതി ഉറങ്ങുന്ന ഒരിടമായി മാടായിപ്പാറയെ കരുതി പോരാൻ ഇടയാക്കി. ഉത്തര കേരളത്തിലെ തെയ്യങ്ങളുടെ ആരൂഢ സ്ഥാനവും ഇവിടെ സ്ഥിതി ചെയ്യുന്ന മാടായിക്കാവാണ്. കൊടും വേനലിലും വറ്റാത്ത ജൂതക്കുളവും വടുകുന്തക്കുളവും മാടായിപ്പാറയുടെ അക്ഷയപാത്രം തന്നെയാണ്. വേനലിൽ 18 അടിയോളം ശുദ്ധജലവും 365 ദിവസവും വെള്ളം കിട്ടുന്ന ഈ രീതിയെ ഭരണിയൽ പ്രിസർവേഷൻ എന്ന് പറയുന്നു. സമീപ പ്രദേശത്ത് തോടുകളും നീർച്ചാലുകളും ജലസമൃദ്ധമായ കിണറുകളും ഇതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തിന് തെളിവാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കുടിവെള്ളമാണ് ഇവിടെ നിന്നും ലഭ്യമാക്കുന്നത്. സസ്യജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് ഈ ഇടനാടൻ ചെങ്കൽ കുന്നുകൾ. ഡ്രോസീറ ഇൻഡിക്ക എന്ന് പറയുന്ന ഇരപിടിയൻ സസ്യത്തെയും യൂട്രിക്കുലേരിയ എന്ന് പറയുന്ന കാക്കപ്പൂക്കളുടെയും അതുപോലെ തന്നെ ചൂത് എന്ന് വിളിക്കപ്പെടുന്ന എരിയോകോളൻ സസ്യങ്ങളും ഒക്കെ ഒരു പരവതാനി വിരിച്ചതുപോലെ വിവിധ നിറങ്ങളിൽ നമുക്ക് മഴക്കാലത്ത് ഈ കുന്നിൻ്റെ മുകളിൽ കാണാം. കൂടാതെ ഈ സസ്യങ്ങളോടൊപ്പം തന്നെ മറ്റു പല ജീവികളുമുണ്ട്. വളരെ ചെറിയ വലിപ്പത്തിൽ ഏറ്റവും ചെറുതായിട്ട് അറിയപ്പെടുന്ന തവളകളും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളും തുമ്പികളും എല്ലാം തന്നെ ആ പ്രദേശത്തിൻ്റെ ഈ ജൈവവൈവിധ്യത്തെ സമ്പുഷ്ടമായിട്ടുണ്ട്. അപൂർവമായ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അത്യപൂർവമായ ആവാസ സ്ഥാനം തന്നെയാണ് കാഴ്ചയുടെ തിരുമധുരം അലിഞ്ഞു ചേർന്ന ഈ മണ്ണ്. പ്രകൃതിയുടെ ഹരിതാപമായ ഈ കാഴ്ചകൾ നമ്മെ വിരുന്നൂട്ടുന്നു. എന്നാൽ ചരിത്രത്തിന്റെ ഈടുവെപ്പുകളെയോ വരും കാലത്തെയോ വീണ്ടും വിചാരമില്ലാത്ത ആർത്തി പൂണ്ട പുതിയ കാലം ഈ ചെങ്കൽ കുന്നുകളുടെ കരൾ മാന്തിപ്പിളർക്കുന്നത് ഹൃദയഭേദമായ കാഴ്ചയാണ്. ശരീരത്തിൽ നിന്നും വലിയൊരു മാംസകഷ്ണം മുറിച്ചെടുത്ത്
മരണത്തോട് മല്ലിടുന്ന ഒരു മനുഷ്യന്റെ ദീനവിലാപം പോലെയാണ് മാടായിപ്പാറയുടെ ഇന്നത്തെ അവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ചൈന ക്ലേ കമ്പനി വർഷങ്ങളായി നടത്തുന്ന ഖനനം പ്രദേശത്ത് അതിഗുരുതരമായ സാമൂഹിക പാരിസ്ഥിതിക ഭീഷണിയായി തുടരുന്നു. അത്യാധുനിക മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രോസസ്സ് വളരെ ശക്തിയായതിനെ തുടർന്ന് 1992-93 കാലത്തോട് കൂടിയിട്ട് ഈ ഗ്രാമം നശിക്കാൻ തുടങ്ങി. വമ്പിച്ച പരിസ്ഥിതി ആഘാതം ആണ് ഇവിടെ അതുങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഏകദേശം ഒരു 500ഓളം ഏക്കർ കൃഷിഭൂമി പൂർണ്ണമായും നശിച്ചു. മീൻ സീ ലെവലിൽ നിന്ന് ഏകദേശം 45 മീറ്റർ ഉയരമുള്ള പീഠഭൂമിയാണ് മാടായിപ്പാറ. ലാറ്ററൈറ്റ് പ്രോണ്ട് ഏരിയയാണ് ഈ ചെങ്കൽക്കുന്ന്. വളരെ നേർത്തതും മൃദുലവുമായ ഒരു തരം മണ്ണാണ് ചെങ്കൽ പാറയുടെ അടിഭാഗത്തുള്ളത്. ഖനനം ചെയ്യുമ്പോൾ ഭൂമിയുടെ ഘടനയ്ക്ക് മാറ്റം വരികയും ജൈവസമ്പന്നമായ മാടായിപ്പാറ നശിക്കാൻ ഇടവരുകയും ചെയ്യാം. ജൈവ വൈവിധ്യം കൊണ്ട് നാനാവിധ സംസ്കാരം കൊണ്ടും സമ്പന്നമായ ഈ പീഠഭൂമിയെ പരിസരവാസികൾ മദർലാൻഡായാണ് കണക്കാക്കുന്നത്. 1952 ചിറക്കൽ തമ്പുരാനിൽ നിന്ന് 11 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് സാമുവൽ ആരോൺ സ്ഥാപിച്ച ഹിന്ദുസ്ഥാൻ ചൈന ക്ലേ വർക്ക്സ് ആണ് ഖനനത്തിന് തുടക്കമിട്ടത്. 1976 ആയപ്പോഴേക്കും കമ്പനി നഷ്ടത്തിലായി. നഷ്ടം നികത്താനുള്ള ഫണ്ട് സർക്കാർ നൽകുകയും കേരള ക്ലേ സെറാമിക്സ് ലിമിറ്റഡ് നടത്തിപ്പ് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. 1983 ഇത് പബ്ലിക് ഹോർഡിംഗ്സ് കമ്പനിയായി ഗസറ്റ് വിജ്ഞാപനം നടത്തി. ഖനനം പൂർവാധികം ശക്തിയോടെ തുടരുകയാണ്. ഖനന ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുക്കിവിടുന്ന രാസമാലിന്യങ്ങൾ കലർന്ന മലിനജലം പഴയങ്ങാടി, പുതിയങ്ങാടി, മുട്ടം പ്രദേശത്തെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുകയാണ്. കക്കിത്തോട് വഴി ഒഴുക്കിവിടുന്ന ഈ രാസമാലിന്യങ്ങൾ സമീപ പ്രദേശത്ത് ജലമലിനീകരണത്തിനും കൃഷിനാശത്തിനും കാരണമാകുന്നു. അടിയോളം കട്ടിയുള്ള മേൽമണ്ണാണ് ജലാറ്റിൻ, ഡിറ്റനേറ്റ് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് പൊട്ടിക്കുന്നത്. 30 അടിയോളം കറുത്ത ലിഗ്നൈറ്റ് അംശം കലർന്ന ബോൾ ക്ലേ ആണ് ഇവിടെയുള്ളത്. ഏഷ്യയിലെ ഏറ്റവും നല്ല ക്ലേ ആണ് ഇവിടെ നിന്നും കുഴിച്ചെടുക്കുന്നത്. സിലിക്ക, അലുമിനിയം, ബോക്സൈറ്റ്, അയൺ ക്ലോറൈഡ് തുടങ്ങിയ മാലിന്യങ്ങൾ സമീപ പ്രദേശത്തെ കിണറുകളിലും മറ്റും നിറയുകയാണ്. വർഷങ്ങളായി തുടരുന്ന ഖനനത്തിന്റെ ഭാഗമായി 2009 കാലവർഷത്തിൽ ഖനന മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 15ഓളം കുടുംബങ്ങളായിരുന്നു വെള്ളത്തിനടിയിലായത്. പരിസരവാസികൾക്ക് പഞ്ചായത്തും കമ്പനിയും ചേർന്ന് ജലവിതരണം നടത്തുന്നു എന്നാണ് മാനേജ്മെന്റിന്റെ വാദം. എന്നാൽ കമ്പനി ക്യാന്റീനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. മാടായിപ്പാറയുടെ നാശം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അതിന് ചുറ്റുപാടും മാട്ടൂര്, പഴയങ്ങാടി, പുതിയങ്ങാടി, മുട്ടം, അതുപോലെ ഇപ്പുറം ശ്രീസ്തയുടെ ഇപ്പുറത്തെ പ്രദേശങ്ങളൊക്കെ ഒക്കെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആത്യന്തികമായിട്ട് കുടിവെള്ളം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. കമ്പനി തൊഴിലാളികൾക്കുണ്ടാകുന്ന ചർമ്മരോഗവും മേഖലയിൽ കണ്ടുവരുന്ന അർബുദ ആധിക്യവും ആരോഗ്യരംഗത്തെ ഖനനമുണ്ടാക്കുന്ന ഭീഷണികൾക്കുദാഹരണമാണ്. ഖനനം വഴിയെത്തുന്ന മേൽമണ്ണ് വിൽക്കരുത് എന്നാണ് നിയമം. പക്ഷേ ഇവിടെ അത് കൈപ്പാട് നികത്തുന്നതിനും റോഡ് നിർമ്മാണത്തിനും സിമന്റ് കമ്പനികൾക്കും വിൽക്കുന്നു. ഖനനം ചെയ്യുന്ന കുഴികൾ മേൽമണ്ണ് കൊണ്ട് മൂടി മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന നിയമവും കമ്പനി അധികൃതർ കാറ്റിൽ പറത്തുന്നു. 1993 രൂപം കൊണ്ട എൻവയോൺമെന്റൽ കൺവെൻഷണൽ ഗ്രൂപ്പ് പലതരം പ്രക്ഷോഭങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഗവൺമെന്റോ അധികാരികളോ കമ്പനി അധികൃതരോ ചെവികൊണ്ടില്ല.
ആദ്യം മുതൽക്ക് തന്നെ നാട്ടുകാരും ആ പ്രദേശത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. എന്നാൽ കൃത്യമായ ഒരു എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് പോലും നടത്താതെയാണ് അവിടെ ചൈന ക്രാക്ക് ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്. മലബാറിലെ ആദ്യത്തെ കളക്ടറായിരുന്ന വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ മാടായി പാറയെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. ഇബ്ന് ബത്തൂത്ത, ഫാഹിയാൻ എന്നീ പ്രശസ്തരെല്ലാം മാടായി പാറയെ പറ്റി എഴുതിയിട്ടുണ്ട്. വായു, ജലമലിനീകരണം അടക്കമുള്ള സാമൂഹിക പ്രശ്നങ്ങളും അതിർത്തി പോലും കൃത്യമായി നിർണയിക്കാത്തതും പുൽത്തകിടികൾക്ക് തീയിടുന്നതും ജൈവ സന്തുലനം തകർക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഒരേ സമയം നേരിടേണ്ടി വരുന്നു എന്നാണ് മാടായി പാറയുടെ ദുരന്തങ്ങൾ. വടവൂർ ശിവക്ഷേത്രവും അതുപോലെ മടൈക്കാവും അതിന്റെ അധികൃതരും ചേർന്നിരുന്നുകൊണ്ട് അടിയന്തരമായിട്ട് പാറയെ സംരക്ഷിക്കേണ്ട ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കണമെന്നും അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം മുഴുവനും പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കണമെന്നും ആണ് പരിസ്ഥിതിയുടെ ഭാഗത്തു നിന്നും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രകൃതി ഭംഗി കൊണ്ടും ജൈവ സമൃദ്ധി കൊണ്ടും സമ്പന്നമായ മാടായി പാറയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. പാരിസ്ഥിതിക സുരക്ഷയ്ക്കും ശുദ്ധജലത്തിനും വേണ്ടിയുള്ള ഒരു സമൂഹത്തിന്റെ പോരാട്ടം തുടരുകയാണ്. സംരക്ഷിക്കാം നമുക്കീ ജീവന്റെ കലവറ, നമുക്കും നാളേക്കും വേണ്ടി.